രാജ്യം 77ാം റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ നിറവിലാണ്. 9:30 രാഷ്ട്രപതി കർത്തവ്യപഥിൽ ദേശീയ പതാക ഉയർത്തും. പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ദേശീയ യുദ്ധസ്മാരകത്തിലെത്തും. പ്രധാനമന്ത്രി യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിക്കും. അതീവ ജാഗ്രതയിലാണ് രാജ്യതലസ്ഥാനം. 10:30 ശേഷം സേനാശക്തിയും സാംസ്കാരിക വൈവിധ്യവും വിളിച്ചോതുന്ന പരേഡും നടക്കും. അഭിലാഷ് വിവരങ്ങൾ പങ്കുവയ്ക്കുകയാണ്. അഭിലാഷ്, ഡൽഹി ഒരുങ്ങിയിരിക്കുകയാണ്. കനത്ത സുരക്ഷയിലാണ് ഡൽഹി എന്നും മനസ്സിലാകുന്നു. തയ്യാറെടുപ്പുകൾ, ഒരുക്കങ്ങളെല്ലാം പൂർണ്ണമാണോ? തീർച്ചയായിട്ടും രഞ്ജിത്ത്, രാജ്യം 77ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ ഉള്ള ഒരുക്കത്തിലാണ്. ഇന്നലെ മുതൽ തന്നെ ഡൽഹി രാജ്യതലസ്ഥാനം അതീവ സുരക്ഷയിലാണ്. വലിയ രീതിയിലുള്ള ഒരുക്കങ്ങളാണ് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, യൂറോപ്യൻ യൂണിയൻ പ്രസിഡന്റ് ഉർസുല ഒക്കെ ഇന്ത്യയിൽ ഇപ്പോൾ ഉണ്ട്. അവർ വലിയ രീതിയിലുള്ള ആഘോഷ ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റ് യൂറോപ്യൻ യൂണിയൻ്റെ പ്രതിനിധി അടക്കം രാജ്യത്തുള്ള ഒരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ വലിയ രീതിയിൽ 30ഓളം ഫ്ലോട്ടുകളടക്കം രാജ്യത്ത് ഇന്ന് അണിനിരക്കുന്നതാണ്. കേരളത്തിൻ്റെ ഫ്ലോട്ടുകളും ഇന്ന് ഡൽഹിയിൽ പരേഡ് നടത്തും. രാവിലെ 9:30 പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ദേശീയ യുദ്ധസ്മാരകത്തിലെത്തുന്നതോടെ പരിപാടികൾക്ക് തുടക്കമാകും. അതിനുശേഷം കർത്തവ്യപഥിലേക്ക് പ്രധാനമന്ത്രിയും മറ്റ് മന്ത്രിമാരും എല്ലാം എത്തും. അതോടെ രാജ്യത്ത് പരേഡുകൾ ആരംഭിക്കും. 10:30 ശേഷമാണ് സൈനിക ശക്തിയും സാംസ്കാരിക ശക്തിയും വിളിച്ചോതുന്ന പരേഡ് നടക്കുന്നത്. ഉർസുല വോൺ ഡെർ ലെയൻ, യൂറോപ്യൻ യൂണിയൻ്റെ പ്രസിഡന്റ്, ചടങ്ങിൽ പങ്കെടുക്കും. അവിടെ സാക്ഷിയാകും. മുഖ്യ അതിഥിയാണ് ഉർസുല എന്ന് പറയുന്നത്. അതുപോലെ 100% ഡിജിറ്റൽ സാക്ഷരതാ നേട്ടവും കൊച്ചി വാട്ടർ മെട്രോയും ഒക്കെയുള്ള നമ്മുടെ കേരളത്തിൻ്റെ ഫ്ലോട്ടും അവിടെ അണിനിരക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുൻവർഷങ്ങളിൽ കേരളത്തിൻ്റെ ഫ്ലോട്ടുകൾ അനുവദിച്ചിരുന്നില്ല എന്നുള്ള ചെറിയ വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ അതെല്ലാം മാറി. ഇത്തവണ കേരളത്തിൻ്റെ ഫ്ലോട്ടും അനുവദിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. മാത്രമല്ല, ഇന്ന് വലിയ രീതിയിൽ ഒരു രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള നിരവധി കാര്യങ്ങളുള്ളതുകൊണ്ട് അതീവ സുരക്ഷയിലാണ് ഡൽഹി ഇന്ന് ഇറങ്ങുന്നത്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് നടക്കുന്ന ചില വാർത്തകൾ രാജസ്ഥാനിൽ നിന്ന് വരുന്നത് അവിടെ വലിയ രീതിയിൽ ഒരു സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്തു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. വയലിൽ സൂക്ഷിച്ചിരുന്ന, അതായത് ആരും കാണാതെ വയലിൽ ചാക്കുകളിലായി സൂക്ഷിച്ചിരുന്ന ഡെറ്റോണേറ്ററുകളും അതുപോലെ സ്ഫോടക വസ്തുക്കളും പിടിച്ചെടുത്തു എന്നുള്ള ഒരു വിവരമുണ്ട്. ആ പ്രദേശത്തെ രാജസ്ഥാൻ സ്വദേശിയായിട്ടുള്ള സുലൈമാൻ എന്ന് പറയുന്ന ആളുടെ കയ്യിൽ നിന്നാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. അങ്ങനെ ഇത്തരത്തിൽ വലിയ രീതിയിൽ ഒരു സ്ഫോടനം രാജ്യത്ത് വലിയ രീതിയിൽ ആക്രമണം നടത്താനുള്ള ചില പദ്ധതികൾ കൂടി പൊളിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് മാത്രമല്ല, ജമ്മു കാശ്മീരിൽ ഏറ്റുമുട്ടൽ നടക്കുന്നു. അങ്ങനെ റിപ്പബ്ലിക് ദിനത്തിൽ തലസ്ഥാനം പരേഡുകൾക്ക് ഒരുങ്ങുമ്പോഴും രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ രീതിയിൽ സുരക്ഷാ നീക്കങ്ങൾ നടക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ കൂടി കണ്ടെത്തുന്നത്. ഇവരെ ഇപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിലാണ് ഇവരുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല, ജമ്മു കാശ്മീരിൽ ഒരു ഭീകരനെ വധിക്കാൻ കഴിഞ്ഞു എന്നുകൂടിയാണ് മനസ്സിലാക്കുന്നത്. റിപ്പബ്ലിക് ഡേയുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന റിപ്പബ്ലിക് ഡേ പരേഡിൽ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ആയിരിക്കും മുഖ്യാതിഥി. അദ്ദേഹം പരേഡ് NSS NCC വോളണ്ടിയേഴ്സിൻ്റെ എല്ലാം പരേഡുകൾ സ്വീകരിക്കും, സല്യൂട്ട് സ്വീകരിക്കും. അതുപോലെ നാഷണൽ സർവീസ് സ്കീം ഇതാദ്യമായിട്ടാണ് റിപ്പബ്ലിക് ഡേ പരേഡിൽ പങ്കെടുക്കുന്നു എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. അങ്ങനെ രാജ്യം വലിയ രീതിയിൽ ഇന്ന് നമ്മൾ 77ാമത് റിപ്പബ്ലിക് ഡേ ആഘോഷിക്കുന്ന ഒരു സാഹചര്യമാണ്. വലിയ സന്തോഷം നിറഞ്ഞൊരു ദിവസമാണ്. പക്ഷേ രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിൽ അതീവ സുരക്ഷയാണ്. രാജസ്ഥാനിലും ജമ്മു കാശ്മീരിലും അടക്കം വലിയ രീതിയിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല, യൂറോപ്യൻ യൂണിയൻ്റെ പ്രസിഡന്റ് അടക്കം ഇന്ത്യയിൽ മുഖ്യാതിഥിയായി എത്തുന്ന ഒരു സാഹചര്യം. മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. 30 ഫ്ലോട്ടുകളാണ് അണിനിരക്കുന്നത്. രാവിലെ 9:30 മുതൽ തുടങ്ങുന്ന ചടങ്ങ് രാവിലെ 9:30 മുതൽ തുടങ്ങുന്ന ചടങ്ങുകൾ ഉച്ചയ്ക്ക് 12 മണി വരെയാണ് നീളുന്നത് ഡൽഹിയിൽ. മാത്രമല്ല, വിവിധ സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിമാരും ഗവർണർമാരും ചേർന്ന് നടത്തുന്ന റിപ്പബ്ലിക് ഡേ പരേഡുകൾ, അതുമായി ബന്ധപ്പെട്ട പരിപാടികളെല്ലാം ഇന്ന് നടക്കും. രഞ്ജിത്ത്, തീർച്ചയായും രാജ്യം 77ാം സ്വാതന്ത്ര്യദിന ആഘോഷത്തിൻ്റെ നിറവിലാണ്. രാജ്യമെമ്പാടും വലിയ പരിപാടികൾ, സംസ്ഥാനത്തും പരിപാടികളുണ്ട്. സംസ്ഥാനത്ത് ജില്ലാ ആസ്ഥാനങ്ങളിൽ വലിയ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. വിവിധ മന്ത്രിമാർ ജില്ലാ ആസ്ഥാനങ്ങളിൽ ഫ്ലാഗ് ഓഫ് അടക്കമുള്ള കാര്യങ്ങൾക്ക് നേതൃത്വം നൽകും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.